നമസ്കാരം. ഗൾഫ് ടുഡേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ദില്ല മധു. വിശദമായ വാർത്തകളിലേക്കാണ്. ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന നിലപാടിൽ ഉറച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഈ വർഷം ഡിസംബറിൽ തന്നെ തിരികെ പോകുമെന്നാണ് പ്രഖ്യാപനം. ബംഗ്ലാദേശിൽ നടന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല, മറിച്ച് ആസൂത്രിത ആക്രമണം എന്ന് ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു. നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളെയോർത്ത് ഹസീന വികാരാധീനയായി. ബംഗ്ലാദേശ് വിട്ട് 2 വർഷത്തിനു ശേഷം ആദ്യമായാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. പ്രക്ഷോഭങ്ങൾക്കിടയിലുണ്ടായ അതിക്രമങ്ങൾ വിശദീകരിച്ച ഷെയ്ഖ് ഹസീന ഈ വർഷം ഡിസംബറിൽ നാട്ടിലേക്ക് മടങ്ങുമെന്ന് സ്ഥിരീകരിച്ചു. താൻ ബംഗ്ലാദേശിന്റെ ഭാഗമെന്നും അറസ്റ്റ് ഭയക്കുന്നില്ലെന്നും ഷെയ്ഖ് ഹസീന. Whatever fate awaits me, I will return to my people. I may be detained, I may be sent to prison. They may try to enforce verdicts issued in fabricated cases, but fear cannot decide my duty to the people. വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രക്ഷോഭം ഉണ്ടാക്കിയതെന്നാണ് ഷെയ്ഖ് ഹസീനയുടെ ആരോപണം. കഴിഞ്ഞ 2 വർഷമായി ബംഗ്ലാദേശ് ഭീതിയിലാണ്. രാഷ്ട്രീയ തടവുകാരെ പുറത്തുവിടണമെന്നും മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും ഹസീന ആവശ്യപ്പെട്ടു. നിലവിൽ ഹസീനയ്ക്കെതിരെ 600-ലധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ നടന്ന കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയാണെന്ന് കാട്ടി ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഹസീനയ്ക്ക് വധശിക്ഷയും വിധിച്ചിരുന്നു. 24 ഡൽഹി. അതേസമയം ഷെയ്ഖ് ഹസീനയുടെ വാർത്താ സമ്മേളനം തടയാത്തതിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ അതൃപ്തി അറിയിച്ചു. വാർത്താ സമ്മേളനത്തിന് അനുമതി നൽകിയത് നയതന്ത്ര ബന്ധത്തെ മോശം അവസ്ഥയിൽ എത്തിക്കും എന്നതാണ് ബംഗ്ലാദേശിന്റെ നിലപാട്. ഷെയ്ഖ് ഹസീനയുടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത മുൻ എംപിയും ക്രിക്കറ്റ് താരവുമായ ഷാക്കിബുൽ ഹസന്റെ ബംഗ്ലാദേശിലെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. പെട്രോൾ ബോംബെറിഞ്ഞ ശേഷം വീട് തല്ലിത്തകർത്തു. സൗദി അറേബ്യയിൽ സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാരുടെ വിസ വ്യക്തിഗത ഗാർഹിക ജോലികളിലേക്ക് മാറ്റാൻ പുതിയ സംവിധാനമൊരുക്കി മാനവവിഭവശേഷി മന്ത്രാലയം. ഉയർന്ന തസ്തികയിൽ ഉള്ളവർക്കും സ്വകാര്യവൽക്കരണം പൂർത്തിയാക്കിയ മേഖലയിലുള്ളവർക്കും ഒഴികെ ബാക്കിയുള്ള തൊഴിലുകളിൽ വിസ മാറ്റം അനുവദിക്കും. മുൻ തൊഴിലുടമയുടെ സമ്മതപത്രവും പുതിയ തൊഴിലുടമയുടെ സാമ്പത്തിക ശേഷി തെളിയിക്കുന്ന രേഖകളും നൽകി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി അപേക്ഷ നൽകാം. സ്വകാര്യ കമ്പനികളിലെ തൊഴിലാളികളുടെ വിസ വ്യക്തിഗത ഗാർഹിക ജോലികളിലേക്ക് മാറ്റാനുള്ള ഇലക്ട്രോണിക് സൗകര്യം സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം ലഭ്യമാക്കി തുടങ്ങി. മറ്റു വിസകളിലുള്ളവർക്ക് ഹൌസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള ഗാർഹിക വിസകളിലേക്ക് മാറാനുള്ള അവസരമാണ് ഇതോടെ ലഭിക്കുന്നത്. വർക്ക് പെർമിറ്റ് സാധുതയുള്ള ജീവനക്കാർക്ക് മാത്രമാണ് ഈ മാറ്റം സാധ്യമാകുക. എന്നാൽ അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഉയർന്ന തസ്തികക്കാർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. പൂർണ്ണമായും സ്വദേശിവൽക്കരണം നടപ്പാക്കിയ തസ്തികയിലുള്ള തൊഴിലാളികൾക്കും വിസ മാറ്റാൻ കഴിയില്ല. ഇവരൊഴികെയുള്ള മറ്റു തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഈ നിയമം പ്രയോജനപ്പെടുത്താം. മാറ്റം ആവശ്യപ്പെടുന്ന പുതിയ ജോലി നിർബന്ധമായും ഗാർഹിക മേഖലയിലുള്ളതായിരിക്കണം. ചേംബർ ഓഫ് കൊമേഴ്സ് സാക്ഷ്യപ്പെടുത്തിയ ഇലക്ട്രോണിക് NOC മുൻ തൊഴിലുടമ നൽകണം. പുതിയ തൊഴിലുടമയുടെ ശമ്പളരേഖയോ ബാങ്ക് സർട്ടിഫിക്കറ്റോ ഇതിനായി നൽകണം. അപേക്ഷകൾ ഡിജിറ്റൽ സംവിധാനം വഴി അപ്ലോഡ് ചെയ്യാം. ഗാർഹിക തൊഴിലാളികളുടെ വേതനം കൃത്യമായി ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ബാങ്ക് അക്കൌണ്ട് വഴിയുള്ള ശമ്പള സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് തൊഴിൽ മാറ്റവും ഡിജിറ്റലാകുന്നത്. നിർദ്ദിഷ്ട പരിധിയിൽ കൂടുതൽ ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്നവർ പ്രതിവർഷം 9,600 റിയാൽ ലെവി നൽകേണ്ടി വരും. സൗദികൾക്ക് 4 തൊഴിലാളികളിൽ കൂടുതലും പ്രവാസികൾക്ക് 2 തൊഴിലാളികളിൽ കൂടുതലും ഉണ്ടാകുമ്പോഴാണ് ഈ തുക ഈടാക്കുന്നത്. എന്നാൽ ഭിന്നശേഷിക്കാരുൾപ്പെടെയുള്ളവർക്ക് ഈ ഫീസിൽ ഇളവുണ്ടാകും. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. സൗദി അറേബ്യയിലെ വിദേശ നിക്ഷേപകരുടെ കൃത്യമായ കണക്കുകൾ ശേഖരിക്കുന്നതിനായി നിക്ഷേപ മന്ത്രാലയം FD സർവേ പ്രഖ്യാപിച്ചു. മന്ത്രാലയത്തിന്റെ പക്കലുള്ള ഇൻവെസ്റ്റർ രജിസ്ട്രി ഡേറ്റ പുതുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സർവേ. അറിയിപ്പ് ലഭിച്ച് 5 പ്രവൃത്തി ദിവസങ്ങൾക്കകം സർവേ നടപടികൾ പൂർത്തിയാക്കാൻ എല്ലാ വിദേശ നിക്ഷേപകർക്കും സൗദി ഇൻവെസ്റ്റ്മെന്റ് മന്ത്രാലയം നിർദ്ദേശം നൽകി. സൗദിയിൽ വിദേശ നിക്ഷേപകരുടെ ഡാറ്റ പുതുക്കുന്നതിനാണ് നിക്ഷേപ മന്ത്രാലയം സർവേ ആരംഭിച്ചത്. മന്ത്രാലയത്തിന്റെ മെസ്സേജ് ലഭിക്കുന്നവർ 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ നിർബന്ധമായും വിവരങ്ങൾ സമർപ്പിക്കണം. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ലിങ്ക് വഴിയാണ് നടപടികൾ പൂർത്തിയാക്കേണ്ടത്. 2025 നൽകിയ മൂലധനത്തിന്റെ ആകെ മൂല്യവും പുതിയ ആസ്തികൾക്കായി ഇറക്കിയ തുകയും സർവേയിൽ വ്യക്തമാക്കണം. 2026 ആദ്യ പകുതിയിലെ വിദേശ നിക്ഷേപവും തുടർന്നുള്ള 6 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന നിക്ഷേപവും വ്യക്തമാക്കേണ്ടതുണ്ട്. കൃത്യസമയത്ത് മറുപടി നൽകിയില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്ന് എമറാൾഡ് ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് CEO നാസർ TN പുരം പറഞ്ഞു. അത് 5 ദിവസത്തിനകത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കേസാണ്. എത്രയും പെട്ടെന്ന് നമ്മളത് പൂർത്തിയാക്കിയിട്ട് നമ്മളുടെ പോർട്ടലുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ
പിന്നീട് നമ്മൾക്ക് നിയമ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. സർവീസുകൾ റദ്ദാക്കാനോ അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും നേരിടാനുള്ള സാധ്യതകളുണ്ട്. ഇതിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ നിലവിലുള്ള ക്യാപിറ്റൽ, അതുപോലെ ഇനി നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എത്ര വന്നു, പിന്നെ അടുത്ത 2026 നമ്മൾ പകുതിയോടെ എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു, 2027 നമ്മൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുകൂടാതെ 2027 ബിസിനസ് വികസന പദ്ധതികളും നിലവിൽ നേരിടുന്ന പ്രതിസന്ധികളും സർവേയിലൂടെ അറിയിക്കാം. നിർമ്മാണങ്ങൾക്കും ഉപകരണങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായി വിദേശ നിക്ഷേപകർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുക കൃത്യമായി സർവേയിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. മുടക്കം വന്ന പാസ്പോർട്ട് സേവനങ്ങൾ വേഗത്തിൽ തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ വിഷ്ണുവർദ്ധൻ റെഡ്ഡി അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട്. വ്യാജ ഏജന്റുമാരെയോ ടൈപ്പിംഗ് സെന്ററുകളെയോ ഇത്തരം സേവനങ്ങൾക്ക് സമീപിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു. ദുബായിലെയും വടക്കൻ എമിറേറ്റുകളിലെയും പുതിയ ഇന്ത്യൻ കോൺസൽ ജനറലായി ചുമതലയേറ്റ ശേഷമാണ് ഡോക്ടർ വിഷ്ണുവർദ്ധൻ റെഡ്ഡി പാസ്പോർട്ട് സേവനങ്ങളിലെ ആശങ്കകളിൽ മറുപടി നൽകിയത്. 1 മാസത്തിലധികം നീണ്ടുനിന്ന പ്രതിസന്ധിക്ക് അയവ് വന്നെങ്കിലും മുൻപ് നൽകിയ നിരവധി അപേക്ഷകൾ തീർപ്പാക്കേണ്ടതായുണ്ട്. നിലവിലുള്ള അപേക്ഷകൾ സ്വാതന്ത്ര്യദിനത്തിനുള്ളിൽ തീർപ്പാക്കുമെന്നാണ് കോൺസൽ ജനറലിന്റെ ഉറപ്പ്. തൽക്കാൽ മുഖേനയുള്ള ആപ്ലിക്കേഷനുകൾക്ക് മുൻഗണന നൽകും. തൽക്കാൽ അപേക്ഷകർക്കും കുട്ടികൾക്കും പ്രായമായവർക്കും കോൺസുലേറ്റിൽ വാക്കിൻ സേവനങ്ങൾ ലഭ്യമാണ്. പാസ്പോർട്ട് വിസ സേവനങ്ങൾക്കായി ഔദ്യോഗിക പോർട്ടലും കേന്ദ്രങ്ങളും മാത്രം ആശ്രയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 19 ദിർഹം മാത്രമാണ് സേവനങ്ങൾക്കുള്ള ഫീസ്. വ്യാജ ഇടനിലക്കാരെ ആശ്രയിക്കരുത്. 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടത്തും. ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ ഓഗസ്റ്റ് 9 ആരംഭിക്കും. സൂര്യപഥ് തിരങ്ക വന്ദേമാതരത്തിന്റെ 180ാം വാർഷികവും ഒപ്പം വിവിധ ക്വിസുകളും സംഘടിപ്പിക്കും. 24 ദുബായ്. സൗദി അറേബ്യയിൽ ബിനാമി ബിസിനസ്സുകൾ തടയാൻ വാണിജ്യ മന്ത്രാലയം പരിശോധന ശക്തമാക്കി. ജൂലൈ മാസത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5300 പരിശോധനകളാണ് പൂർത്തിയാക്കിയത്. പരിശോധനയിൽ 130 ബിനാമി ബിസിനസ് കേസുകൾ കണ്ടെത്തി. സൗദി അറേബ്യയിൽ വാണിജ്യ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി 5300 പരിശോധനകളാണ് ജൂലൈ മാസത്തിൽ നടത്തിയത്. വിപണിയിൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഈ പരിശോധനകളുടെ പ്രധാന ലക്ഷ്യം. രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും പരിശോധനകൾ നടന്നു. പരിശോധനയിൽ ബിനാമി ബിസിനസ് എന്ന് സംശയിക്കുന്ന 130 കേസുകൾ പ്രാഥമികമായി കണ്ടെത്തി. വിശദമായ അന്വേഷണത്തിനും നിയമ നടപടികൾക്കുമായി ഈ കേസുകൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. ഹോട്ടലുകൾ, ട്രാവൽ ഏജൻസികൾ, കഫറ്റീരിയകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന റെയ്ഡുകൾ. കൂടാതെ റെഡിമെയ്ഡ് വസ്ത്രക്കടകളിലും പരിശോധനകൾ നടന്നു. വരും ദിവസങ്ങളിലും വിവിധ മേഖലകളിൽ പരിശോധന തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വിപണിയിലെ സുതാര്യത ഉറപ്പാക്കാനും ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്താനും പരിശോധന സഹായിക്കും. വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചാണ് വാണിജ്യ മന്ത്രാലയം പരിശോധനകൾ ഏകോപിപ്പിക്കുന്നത്. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. 24 ജിദ്ദ. BCG ഇന്റലിജൻസ് സിറ്റീസ് ഇൻഡെക്സ് ആഗോള റിപ്പോർട്ടിൽ ദുബായ് 2ാം സ്ഥാനത്ത്. സർക്കാർ സ്വകാര്യ സേവനങ്ങളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗമാണ് ദുബായിക്ക് നേട്ടമായത്. പട്ടികയിൽ ലണ്ടൻ 1ാമതെത്തിയപ്പോൾ അബുദാബി 20ാം സ്ഥാനം നേടി. 39 രാജ്യങ്ങളിലായി 61 നഗരങ്ങളെ വിലയിരുത്തി ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച ഇന്റലിജൻസ് സിറ്റീസ് ഇൻഡെക്സിലാണ് ദുബായ് 2ാം സ്ഥാനം നേടിയത്. ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ 14 മേഖലകളിലായി 35 സൂചകങ്ങൾ പരിശോധിച്ചാണ് റാങ്കിംഗ് നൽകിയത്. സുസ്ഥിര വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗോള മത്സരശേഷി ശക്തിപ്പെടുത്തുന്നതിനും നഗരങ്ങൾ സാങ്കേതികവിദ്യ എത്രത്തോളം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നുവെന്നതിന്റെ വിലയിരുത്തൽ റാങ്കിങ്ങിലൂടെ നടന്നു. AI സാങ്കേതിക വിദ്യകളുടെ സ്വീകാര്യതയിലും സ്മാർട്ട് സിറ്റി പരിഹാരങ്ങളിലും ദുബായ് ആഗോളതലത്തിൽ 1ാം സ്ഥാനത്താണെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ജീവിത നിലവാരം ഉയർത്താൻ സർക്കാർ സേവനങ്ങൾ വേഗത്തിലാക്കുന്നതിന് ദുബായ് AI ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ബിസിനസ് സുഗമമാക്കാൻ സ്വകാര്യ മേഖലയിലും AI നിർണായക പങ്ക് വഹിക്കുന്നു. സേവനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും കാതലായി AI ഉൾപ്പെടുത്തുന്ന രാജ്യങ്ങൾ ജീവിത നിലവാരത്തിലും സേവന വിതരണത്തിലും വേഗതയേറിയതും സുസ്ഥിരവുമായ പുരോഗതി കൈവരിക്കുന്നുവെന്ന് റിപ്പോർട്ട് കണ്ടെത്തി. UAE നേതൃത്വത്തിന്റെ ഡിജിറ്റൽ പരിവർത്തനത്തിനായുള്ള ദീർഘവീക്ഷണത്തിന്റെ വിജയത്തെയാണ് റാങ്കിംഗ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഡിജിറ്റൽ ദുബായ് ഡയറക്ടർ ജനറൽ ഹമദ് ഒബൈദ് അൽ മൻസൂരി പറഞ്ഞു. ലണ്ടനാണ് പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത്. UAEയിൽ നിന്ന് അബുദാബി 20ാം സ്ഥാനത്ത് ഇടം പിടിച്ചു. 24 ദുബായ്.
വ്യാജ ഓൺലൈൻ പാർട്ട് ടൈം ജോലികളിൽ മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. സാമ്പത്തിക തട്ടിപ്പ് സംഘങ്ങൾ ചൂഷണം ചെയ്തേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇത്തരം ജോലിക്കായി ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കരുത് എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് സംഘത്തിലെ കണ്ണി എന്ന സംശയത്തിൽ കഴിഞ്ഞ ദിവസം ദുബായ് പോലീസ് ഒരു യുവാവിനെ പിടികൂടിയിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ അറിയാതെ വീണുപോവുകയായിരുന്നുവെന്ന് കണ്ടെത്തിയത്. ആകർഷകമായ ശമ്പളമുള്ള പാർട്ട് ടൈം ജോലി എന്ന പരസ്യം കണ്ടാണ് ഇയാൾ തട്ടിപ്പ് സംഘത്തെ ബന്ധപ്പെട്ടത്. പിന്നാലെ യുവാവിനോട് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ഇവർ ആവശ്യപ്പെട്ടു. തങ്ങൾക്കൊരു കമ്പനിയുണ്ടെന്നും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് അക്കൗണ്ട് എന്നുമായിരുന്നു യുവാവിനെ ധരിപ്പിച്ചത്. പിന്നീട് സംഘം നടത്തിയ തട്ടിപ്പിനൊക്കെ ഉപയോഗിച്ചത് ഈ അക്കൗണ്ടാണ്. ഇത്തരത്തിലുള്ള തട്ടിപ്പ് വ്യാപകമാകുന്നതിന് പിന്നാലെയാണ് വ്യാജ ഓൺലൈൻ പാർട്ട് ടൈം ജോലികളിൽ ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയത്. ജോലി വാഗ്ദാനങ്ങൾ ശരിയാണെന്ന് പലകുറി ഉറപ്പാക്കണം. ബാങ്കിംഗ് വിവരങ്ങൾ കൈമാറരുത്. സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വാട്സപ്പ് സ്റ്റാറ്റസുകളും ഇൻസ്റ്റഗ്രാം റീലുകളും വഴിയാണ് തട്ടിപ്പുകാർ ഇരകളെ തേടുന്നത്. തട്ടിപ്പിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന്റെ ഒരു പങ്ക് ശമ്പളം എന്ന നിലയിൽ കൃത്യമായി നൽകും. എന്നാൽ പിടിവീഴുമെന്ന് ഉറപ്പാകുമ്പോൾ ഈ സംഘം കടന്നുകളയും. തട്ടിപ്പ് തിരിച്ചറിയാതെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരാണ് പിന്നീട് നിയമ നടപടി നേരിടേണ്ടി വരിക. 24 ദുബായ്. സൗദി അറേബ്യയിലെ 18 വിമാനത്താവളങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചു. യാത്രക്കാർക്ക് മികച്ച സേവനം നൽകിയതിനാണ് ഈ പുരസ്കാരം. എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണലിന്റെ ലെവൽ 3 അംഗീകാരമാണ് ലഭിച്ചത്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് യാത്രക്കാരുടെ സമയം ലാഭിക്കാൻ എയർപോർട്ടുകൾക്ക് കഴിഞ്ഞു. ഈ വർഷം മാത്രം ആകെ 39 അന്താരാഷ്ട്ര അംഗീകാരങ്ങളാണ് ഈ എയർപോർട്ട് ഗ്രൂപ്പ് നേടിയത്. ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വികസനങ്ങൾ. രാജ്യത്തെ വ്യോമയാന മേഖലയിൽ വലിയ മാറ്റങ്ങൾ ആണ് ഇപ്പോൾ നടക്കുന്നത്. UAE-യിലെ കുടുംബങ്ങളുടെ ആരോഗ്യവും ജീവിത നിലവാരവും ഉയർത്തുന്നതിനായി കുടുംബ മന്ത്രാലയവും പ്രമുഖ ആരോഗ്യ സേവനദാതാക്കളായ ബുർജിൽ ഹോൾഡിംഗ്സും തമ്മിൽ പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചു. വിവിധ സേവനങ്ങൾ കരാറിന്റെ ഭാഗമായി ബുർജിൽ ഹോൾഡിംഗ്സ് നൽകും. കുടുംബവർഷത്തിന്റെ ഭാഗമായാണ് ധാരണാപത്രം നിലവിൽ വന്നത്. കുടുംബത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ശക്തവും സുസ്ഥിരവുമായ സമൂഹം കെട്ടിപ്പടുക്കുകയെന്ന UAE ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാടിന് കരുത്തു പകരുന്നതാണ് ഈ പുതിയ പങ്കാളിത്തം. അബുദാബി ബുർജിൽ മെഡിക്കൽ സിറ്റിയിൽ നടന്ന ചടങ്ങിൽ കുടുംബമന്ത്രി സന ബിന്ത് മുഹമ്മദ് സുഹൈൽ, ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാനും CEOയുമായ ഡോക്ടർ ഷംഷീർ വൈലിൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കരാറിൽ ഒപ്പിട്ടത്. മന്ത്രാലയത്തിന്റെ സപ്പോർട്ട് സർവീസസ് സെക്ടർ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മർവ അൽ മൻസൂക്കിയും ബുർജിൽ ഹോൾഡിംഗ്സ് ബോർഡ് ഓഫ് ഡയറക്ടറേറ്റ് അംഗം ഒമ്രാൻ അൽ ഖൂരിയും കരാറിൽ ഒപ്പുവച്ചു. പ്രതിരോധ ആരോഗ്യ ബോധവൽക്കരണം, സമഗ്ര ആരോഗ്യ പരിപാലന പാക്കേജുകൾ, മാനസികവും ശാരീരികവുമായ മികവ് ലക്ഷ്യമിട്ടുള്ള പ്രത്യേക പദ്ധതികൾ എന്നിവ ഈ സഹകരണത്തിലൂടെ നടപ്പിലാക്കും. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, അമ്മമാർ, കുട്ടികൾ തുടങ്ങിയ പ്രാധാന്യമർഹിക്കുന്ന വിഭാഗങ്ങൾക്കായി പ്രത്യേക പരിപാടികളും ഒരുക്കും. വിവാഹം, ഫെർട്ടിലിറ്റി, കുടുംബ വളർച്ച, സുസ്ഥിരത എന്നിവയുമായി ബന്ധപ്പെട്ട ദേശീയ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ ബുർജിൽ ഹോൾഡിംഗ്സിന്റെ ആതുര സേവന രംഗത്തെ വിദഗ്ധ സേവനവും സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തും. ആരോഗ്യകരവും ശക്തവുമായ കുടുംബങ്ങളിലൂടെ സുസ്ഥിര സമൂഹം വളർത്തിയെടുക്കുകയെന്ന UAE ലക്ഷ്യത്തോടൊപ്പം നിൽക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംഷീർ വൈലിൽ പ്രതികരിച്ചു. ഫെഡറൽ നയങ്ങൾക്കനുസൃതമായി ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള ദേശീയ മാതൃക വികസിപ്പിക്കാനും പങ്കാളിത്തത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. 24 ദുബായ്. സൗദി അറേബ്യയിലെ റിയാദ് പ്രവിശ്യയിലുള്ള അൽ ദവാത്മിയിൽ 100-ലധികം പുരാവസ്തു കേന്ദ്രങ്ങൾ കണ്ടെത്തി. ആലിയ നജ്ദ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിലാണ് ചരിത്രപരമായ ഈ നേട്ടം. മൃഗങ്ങളുടെ 187 ചിത്രങ്ങളും മനുഷ്യരുടെ 36 രൂപങ്ങളും പാറകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. 31 ധമൂദി പ്രാചീന ഇസ്ലാമിക് എഴുത്തുകളും ലഭിച്ചു. പാറകളിൽ രേഖപ്പെടുത്തിയ 36 അടയാളങ്ങളും ഇതിലുണ്ട്. കല്ലുകൾ കൊണ്ടുള്ള വട്ടങ്ങൾ, കൽക്കൂന കല്ലറകൾ, പഴയ ശ്മശാനങ്ങൾ എന്നിവയാണ് മറ്റ് നിർമ്മിതികൾ. പ്രാചീന കാലത്തെ മനുഷ്യജീവിതത്തെ വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകൾ. ദവാത്മിയുടെ പുരാതന ചരിത്രം മനസ്സിലാക്കാൻ ഈ കണ്ടെത്തൽ വലിയ രീതിയിൽ സഹായിക്കും.
ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഏറ്റവും വലിയ ദേശീയ ജനസംഖ്യാ സർവേക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓഗസ്റ്റ് 11 നടക്കുന്ന സെൻസസിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് സ്മിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ജനസംഖ്യാ സർവേയായ 2026 ഓസ്ട്രേലിയൻ സെൻസസ് ഓഗസ്റ്റ് 11 നടക്കും. രാജ്യത്തുടനീളമുള്ള എല്ലാ കുടുംബങ്ങളും ഈ സർവേയിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് (IBS) അറിയിച്ചു. രാജ്യത്ത് താമസിക്കുന്ന സ്ഥിര താമസക്കാരും താൽക്കാലിക വിസയിലുള്ളവരും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ അന്നേ ദിവസം ഓസ്ട്രേലിയയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാവരെയും സെൻസസിൽ ഉൾപ്പെടുത്തും. എന്നാൽ വിദേശത്തുള്ള ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് ഈ നിയമം ബാധകമല്ല. ഈ വർഷത്തെ സെൻസസിൽ ആകെ 66 ചോദ്യങ്ങളാണുള്ളത്. കുടുംബഘടന, വിദ്യാഭ്യാസം, തൊഴിൽ, വരുമാനം, ഭാഷ, മതം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം ആദ്യമായി ജനനസമയത്ത് രേഖപ്പെടുത്തിയ ലിംഗം, ലിംഗപരമായ വ്യക്തിത്വം, ലൈംഗിക ആഭിമുഖ്യം എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 16 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്ക് ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകും. ആവശ്യമെങ്കിൽ മറുപടി നൽകാൻ താൽപ്പര്യമില്ല എന്ന ഓപ്ഷനും തിരഞ്ഞെടുക്കാം. ഓൺലൈനായും പേപ്പർ ഫോമുകൾ വഴിയും സെൻസസ് പൂരിപ്പിക്കാൻ അവസരമുണ്ട്. ഇതിനായി രാജ്യത്തുടനീളം ഏകദേശം 30,000 ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. സെൻസസിൽ പങ്കെടുക്കാതിരിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ പിഴ ചുമത്തപ്പെടാനും സാധ്യതയുണ്ട്. സർക്കാർ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലകളിലെ തീരുമാനം എന്നിവയ്ക്ക് ഈ വിവരങ്ങൾ നിർണായകമാണെന്ന് ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കി. സ്മിത നായർ, 24 ഓസ്ട്രേലിയ. ഓണത്തിന് മുന്നോടിയായി കല്യാൺ സിൽക്സിന്റെ പുതിയ ഷോറൂം ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചു. രാജകുടുംബാംഗം ഷെയ്ഖ് അബ്ദുള്ള മുഹമ്മദ് അൽ ഖാസ്മിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. UAEയിൽ കൂടുതൽ ഷോറൂമുകൾ വരും മാസങ്ങളിൽ ആരംഭിക്കുമെന്ന് കല്യാൺ സിൽക്സ് ഉടമകൾ അറിയിച്ചു. ഷാർജ റോളയിലാണ് കല്യാൺ സിൽക്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. രാജകുടുംബാംഗം ഷെയ്ഖ് അബ്ദുള്ള മുഹമ്മദ് അൽ ഖാസ്മി ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാൺ സിൽക്സിന്റെ ഷാർജയിലെ 3ാമത്തെയും GCCയിലെ 12ാമത്തെയും ഷോറൂമാണ് റോളയിലേത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം തുണിക്കടകളുള്ളപ്പോൾ നമ്മുടെ എന്താണ് വ്യത്യാസം എന്നൊരു സ്വാഭാവികമായിട്ട് ഏതൊരു കസ്റ്റമറും ചോദിച്ചു പോകും. ഇവിടെയുള്ള പ്രോഡക്റ്റിൽ ഒരു 75% ഞങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ് ആണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ആയാലും വാല്യൂ ഫോർ മണി ആയാലും ഞങ്ങൾക്കത് നൽകാൻ സാധിക്കും. ഉപഭോക്താക്കളുടെ വിശ്വാസമാണ് ഞങ്ങളെ ഈ വളർച്ചയിലേക്കുള്ള പ്രധാന ഒരു കാര്യം. ഗുണമേന്മയും ആകർഷകമായ വിലയുമാണ് മലയാളികൾക്ക് കല്യാൺ പ്രിയങ്കരമാകാൻ കാരണമെന്ന് ഉടമകൾ പറഞ്ഞു. മലയാളികളുടെ വീട്ടുപടിക്കൽ അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും എല്ലാ പ്രാവശ്യം നാട്ടിലേക്ക് യാത്ര ചെയ്തിട്ടൊരു ഓണക്കൂടി മേടിക്കുക എന്നുള്ളത് ചിലപ്പോൾ എളുപ്പമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ UAEയിൽ കസ്റ്റമർക്ക് യാത്ര ചെയ്യാണ്ട് അവരുടെ വീടിന് മുമ്പിൽ തന്നെ നമ്മൾ ഷോറൂം തുടങ്ങുക എന്നുള്ള നിലയ്ക്കാണ് നമ്മളിവിടെ കൂടുതൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നത്. എല്ലാത്തിനും ഉപരി നാട്ടിൽ പോയിട്ട് അവർ എന്ത് വിലയ്ക്ക് മേടിക്കുന്നോ അതേ വിലയ്ക്ക് തന്നെയാണ് നമ്മളിവിടെ UAEയിൽ നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി പ്രൈസിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും പ്രവാസികൾക്ക്. കല്യാൺ സിൽക്സ് UAEയിൽ 3 ഷോറൂമുകൾ കൂടി ഉടൻ തുറക്കും. അതിലൊരെണ്ണം ഷാർജയിൽ തന്നെയാണ്. അബുദാബിയിലെ ഹംദാൻ സ്ട്രീറ്റിലും മുസഫയിലുമായി പുതിയ 2 ഷോറൂമുകൾ കൂടി ഇക്കൊല്ലം ആരംഭിക്കും. വ്യവസായ പ്രമുഖൻ VT സലീം, VO സെബാസ്റ്റ്യൻ, ഉണ്ണി മേനോൻ, ശൈലേന്ദ്ര രുക്വാണി, അനന്തരാമൻ തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ദുബായ്. അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ ഫൊക്കാനയുടെ അന്താരാഷ്ട്ര കൺവെൻഷന് കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കൻ മണ്ണിൽ 2 ഗിന്നസ് ലോക റെക്കോർഡുകൾ ലക്ഷ്യമിട്ടാണ് ഇത്തവണത്തെ മഹാസംഗമം ഒരുങ്ങുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അമേരിക്കൻ മലയാളികളുടെ ആദ്യ കേന്ദ്ര സംഘടനയായ ഫൊക്കാനയുടെ അന്താരാഷ്ട്ര കൺവെൻഷൻ നാളെ മുതൽ ആരംഭിക്കുകയാണ്. 4.5 പതിറ്റാണ്ട് മുമ്പ് ആദ്യ കൺവെൻഷൻ നടന്ന പെൻസിൽവേനിയയിലേക്ക്
വീണ്ടും ഫൊക്കാന കൺവെൻഷൻ എത്തുകയാണ്. പത്മശ്രീ ശ്രീ മട്ടന്നൂർ ആശാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഘോഷയാത്രയും ചെണ്ടവാദ്യവും ഘോഷയാത്രയോട് തുടങ്ങി ഷുഹൈബ് കുക്കു എന്ന സുപ്രസിദ്ധ ഡാൻസറും ടീമും അവതരിപ്പിക്കുന്ന 101 പേരുടെ കലാവിരുന്ന് ഓപ്പണിംഗ് ഡാൻസ് ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. There's lining, and lining has been sewn to both sides of the skirt, which won't help us sit in Arimandi. ഹോട്ടലുകളെല്ലാം മാസങ്ങൾക്ക് മുമ്പേ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നീങ്ങുകയാണ് ഫൊക്കാന എക്സിക്യൂട്ടീവ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും പേർ കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ചും 36 വർഷം തൃശ്ശൂർ പൂരത്തിനെ കൊട്ടി അതിനേക്കാളും കലാകാരന്മാർ അമേരിക്കയിൽ ഫൊക്കാനയുടെ പരിപാടിക്ക് പങ്കെടുക്കുന്നു. ഗിന്നസ് റെക്കോർഡുകളുടെ ഒരു മാമാങ്കമാണ് എന്ന് പറയാം. കാരണം ഒന്നല്ല 2 ഗിന്നസ് വേൾഡ് ലാർജസ്റ്റ് ചെണ്ടമേളം എൻസംബിൾ ഇൻ ദ വേൾഡ്, അതോടൊപ്പം ലാർജസ്റ്റ് മോഹിനിയാട്ടം ലെസൺ എൻസംബിൾ ഇൻ ദ വേൾഡ്. 1000-ലധികം പേർ പങ്കെടുക്കുന്ന മോഹിനിയാട്ടവും 500-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന ചെണ്ടമേളവും ഗിന്നസിൽ കയറുമോ? കാത്തിരിക്കുകയാണ് അമേരിക്കൻ മലയാളികൾക്കൊപ്പം ഫൊക്കാനയും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. മാതൃഭൂമി മുൻ ഫോട്ടോ എഡിറ്റർ ടി രാജൻ പൊതുവാളിന്റെ ഭാര്യ തിരുവനന്തപുരം ചെമ്പകശ്ശേരി പത്മത്തിൽ ജി പത്മിനി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അർജുൻ ആർ, അശ്വിൻ ആർ എന്നിവരാണ് മക്കൾ. ദീപ, ചിത്ര എന്നിവരാണ് മരുമക്കൾ. സംസ്കാരം നാളെ രാവിലെ 9-ന് പറവൂർ മന്തത്തെ വീട്ടുവളപ്പിൽ നടക്കും. മഴക്കെടുതിയെ തുടർന്ന് 6 താലൂക്കുകളിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, കോഴഞ്ചേരി, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി, കോട്ടയം ജില്ലയിലെ കോട്ടയം എന്നീ താലൂക്കുകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. കസ്റ്റഡി പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.